Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പോലീസുകാർക്കെതിരെ ബോംബെറിഞ്ഞെന്ന കേസിൽ അറസ്റ്റിലായ പയ്യന്നൂർ നഗരസഭ 46-ാം വാർഡ് സ്ഥാനാർത്ഥി VK നിഷാദിനെ തിരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റി നിർത്തണമെന്ന ആവശ്യം എതിർപക്ഷക്കാർ ഉന്നയിക്കുന്നതിനിടെ നിഷാദിന്റെ വിജയത്തിനായി വീടുകൾ കയറി വോട്ടർമാരെ കണ്ട് CPIM പ്രവർത്തകർ. വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് പല ഗ്രൂപ്പുകളിലായി തിരിഞ്ഞ പ്രവർത്തകർ വീടുകൾ കയറി വോട്ടർമാരെ കണ്ടത്. പയ്യന്നൂർ നഗരസഭ 46-ാം വാർഡ് സ്ഥാനാർത്ഥി VK നിഷാദിന്റെ വിജയത്തിനായി വ്യാഴാഴ്ച വൈകിട്ട് ഒരു നാട് മുഴുവൻ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വീടുകൾ കയറി വോട്ടർമാരെ കണ്ടു. CPIM ഏരിയ സെക്രട്ടറി P സന്തോഷ്, മുൻ MLA C കൃഷ്ണൻ, V നാരായണൻ, സരിൻ ശശി, KP ജ്യോതി, N അബ്ദുൾ സലാം, E ഭാസ്കരൻ, N രാജേഷ്, KV പ്രശാന്ത് കുമാർ, M വനജ, PP കോമളവല്ലി, M സുനിൽകുമാർ തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി. കഴിഞ്ഞ ദിവസം DYFIയുടെ നേതൃത്വത്തിലും സ്ക്വാഡ് വർക്ക് നടത്തിയിരുന്നു. കള്ളക്കേസുകൾക്കും അപവാദ പ്രചരണങ്ങൾക്കും തകർക്കാൻ കഴിയാത്ത പിന്തുണയാണ് നഗരസഭാ തിരഞ്ഞെടുപ്പിൽ VK നിഷാദിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും നിഷാദിനെതിരെയുള്ള കേസ് രാഷ്ട്രീയ പ്രേരിത കള്ളക്കേസാണെന്നും കേസ് നിലനിൽക്കാനുള്ള സാധ്യതയില്ലെന്നും മുൻ MLA C കൃഷ്ണൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചതിന് ശേഷം ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടു എന്ന ഒരു സവിശേഷ സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ആ കേസിൻ്റെ വിധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് നിയമപരമായിട്ട് യാതൊരു തടസ്സങ്ങളും ഉണ്ടാക്കുന്നില്ല. തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം നേടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ കേസ് 100% അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കള്ളക്കേസാണ്. 2012 നടന്ന ഒരു സംഭവമാണ്. കേസിനാസ്പദമായ സംഭവങ്ങൾക്ക് യാതൊരു തെളിവുമില്ല. പോലീസുകാർ തന്നെ പറയുന്ന ഒരു തെളിവാണ് അല്ലെങ്കിൽ സാക്ഷിയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ കേസ് നിലനിൽക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഇപ്പോൾ ഹൈക്കോടതിയിൽ അത് ഈ അപ്പീൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസിൻ്റെ മേലെയുള്ള വിധി എത്രയും വേഗത്തിൽ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ശിക്ഷ താൽക്കാലികമായിട്ട് സ്റ്റേ ചെയ്യുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഈ കേസിൽ ജാമ്യം അനുവദിക്കുന്നതിന് വേണ്ടിയുമുള്ള അപ്പീൽ ഇപ്പോൾ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മേലെയുള്ള തീരുമാനം എത്രയും വേഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് UDF വാർഡുതല കുടുംബസംഗമം പുത്തൂർ വട്ടപ്പൊയിലിൽ നടന്നു. KPCC വൈസ് പ്രസിഡന്റ് രമ്യ ഹരിദാസ് സംഗമം ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 5 മുതൽ 12 വരെയുള്ള വാർഡുകളിലെ UDF കുടുംബസംഗമം പുത്തൂർ വട്ടപ്പൊയിലിൽ നടന്നു. KPCC വൈസ് പ്രസിഡന്റ് രമ്യ ഹരിദാസ് സംഗമം ഉദ്ഘാടനം ചെയ്തു. കിലോ കണക്കിന് സ്വർണം കൊടുക്കാൻ പറ്റുമോ? കഴിയില്ല. നമ്മൾ 1 രൂപ നാണയം സമർപ്പിക്കുന്നത് നമ്മളുടെ മനസ്സിന്റെ തൃപ്തിയാണ്. പൊന്ന് സമർപ്പിക്കുന്നത് അവരുടെ സംതൃപ്തിയാണ്. ആ സമർപ്പിച്ച പൊന്ന് അടിച്ചു മാറ്റാൻ കാത്തുനിന്ന ആളുകൾ, അതിന് ഒരു MLA ആയിരുന്ന ഒരാൾ പോലും അതിന് നേതൃത്വം കൊടുത്തു. കാരണം എന്താണ്? അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിലിനോട് ചേർന്ന് കിടക്കുന്നിടത്ത് അവിശ്വാസികൾ ചെന്ന് ഈ സാധനം മുഴുവൻ അഴിച്ചെടുത്ത് കൊണ്ടുപോയി അത് ഒരുക്കിയെടുത്തു, അത് പങ്കുവച്ചു. തെളിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനിടയിലാണ് ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ വന്നു. ഇത് പുറത്തു വരാൻ പോവാ, കോടതിയുടെ മേൽനോട്ടത്തിൽ ഇത് അന്വേഷണം വരും എന്നറിഞ്ഞപ്പോൾ മന്ത്രിമാരും മുഖ്യമന്ത്രി എല്ലാവരും കൂടി എങ്കിൽ ഇതിനൊരു പോംവഴി നമ്മൾ കണ്ടെത്തണം. നാളെ ജനങ്ങൾ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മളല്ല ഇതിന്റെ പ്രതികളെന്ന് ജനങ്ങൾ ചിന്തിക്കണം. അതിനെന്താണ് വഴി എന്ന് ആലോചിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കാർക്ക് ജനം തിരഞ്ഞെടുപ്പിൽ തക്കതായ ശിക്ഷ നൽകുമെന്നും രമ്യ ഹരിദാസ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു.
ചടങ്ങിൽ കരിവെള്ളൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷീബ മുരളി അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ്, പി ലളിത ടീച്ചർ, കെ പി രാജു, കെ ദേവി, പി സുധീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. UDF-ലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും രമ്യ ഹരിദാസ് ഹാരാർപ്പണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. രാഷ്ട്രീയ അടിയൊഴുക്കുകൾ UDF-ന് ഗുണകരമാകുമെന്ന് KPCC വൈസ് പ്രസിഡന്റ് രമ്യ ഹരിദാസ്. പുത്തൂരിൽ നെറ്റ്വർക്ക് ന്യൂസുമായി സംസാരിക്കുകയായിരുന്നു രമ്യ ഹരിദാസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എപ്പോഴും പോരാട്ടം വഹിക്കുന്നത് അവരുടെ മുഖമുദ്ര. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഈ രാജ്യത്തിൻ്റെ മതേതരത്വ മുഖമാണ്. അത് കേരളത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ കോൺഗ്രസിൻ്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വീട് കയറി ചെല്ലുമ്പോൾ അവരെ വലിയ രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ വരണം, കാരണം മതേതരത്വത്തിൻ്റെ മുഖം കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയുടെയും സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് മറ്റ് അന്തർധാരകകളൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് ഇതിനെയൊക്കെ എതിർത്തുകൊണ്ട് UDF-ന്റെ ഒരു കെട്ടുറപ്പ് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങൾ കാത്തിരിക്കുന്നു. ചെണ്ട ചിഹ്നത്തിൽ കൊട്ടിക്കയറാൻ മാടായി വെങ്ങരയിലെ തെയ്യം കലാകാരൻ MB സഹജൻ പണിക്കർ. മാടായി ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് MB സഹജൻ പണിക്കർ. അറിയപ്പെടുന്ന തെയ്യം കലാകാരനാണ് MB സഹജൻ പണിക്കർ. 4 പതിറ്റാണ്ട് കാലമായി തെയ്യം കലാരംഗത്ത് സജീവമായ സഹജൻ പണിക്കർ ആദ്യമായാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇടത് സഹയാത്രികനായ സഹജൻ പണിക്കർ വിവിധ വാദ്യോപകരണങ്ങൾ വായിക്കുന്നതിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ചെണ്ട തിരഞ്ഞെടുപ്പ് ചിഹ്നമായി തിരഞ്ഞെടുത്തതും. തിരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിലും തെയ്യക്കാവുകളിൽ സജീവമാണ് പണിക്കർ. തീച്ചാമുണ്ടി ഉൾപ്പെടെയുള്ള തെയ്യങ്ങൾ ഇദ്ദേഹം കെട്ടിയാടിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് തിരഞ്ഞെടുപ്പ് രംഗത്ത് വന്നിട്ടുള്ളത്. തെയ്യങ്കലിൽ വളരെ സജീവമായിട്ട് ഇന്നും ഈ 63-ാം വയസ്സ് 64 വയസ്സ് തുടങ്ങുന്നതേ ഉള്ളൂ. സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇനിയും അങ്ങോട്ട് ഇത് എൻ്റെ രാഷ്ട്രീയ ജീവിതം കഴിഞ്ഞാലും ഇതുണ്ടെങ്കിലും തെയ്യങ്കല രംഗത്ത് തന്നെ ഉണ്ടാവും, സജീവമാണെന്ന് എൻ്റെ ആഗ്രഹമുണ്ട്. സാധിക്കുകയാണെങ്കിൽ ഇനിയും അത് തുടർന്ന് തന്നെ ഉണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ 2ാം ഘട്ടം പൂർത്തിയായി. പ്രത്യേകിച്ച് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയാണ്. എൻ്റെ ആദ്യ തിരഞ്ഞെടുപ്പാണ്. അത് വലിയൊരു അഭിമാനമാണ്. ജനങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ട് എന്ന് ഞാൻ ആ ശുഭാപ്രവിശ്വാസം എനിക്കുണ്ട്. വിജയപ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് ഈ ചെണ്ട തെരഞ്ഞെടുക്കാൻ കാരണം. ചെണ്ട എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടത്. ഞാൻ ചെണ്ടയിലാണ് പണ്ടേ. ഞാൻ ആദ്യമായിട്ടുള്ള ചെണ്ട തുടങ്ങുമ്പോൾ തന്നെ പ്രാഥമികമായിട്ട് ചെണ്ട തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ജില്ലയിലൊക്കെ ചെണ്ട മത്സരത്തിൽ പങ്കെടുക്കേണ്ടത്. അതിലൊക്കെ സ്ഥാനം നേടുകയുണ്ടായി. എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടത്. അതിലുപരിയായിട്ട് എൻ്റെ മറ്റ് ഉപകരണങ്ങളുണ്ട്. ജനകീയനായ സഹജൻ പണിക്കർ ചെണ്ട ചിഹ്നത്തിലൂടെ കൊട്ടിക്കയറി വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാടായിക്കാവിൽ വഴിപാടിന്റെ വ്യാജരശീതി ഉപയോഗിച്ച പണം തട്ടിയ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു. കൗണ്ടർ ഡ്യൂട്ടിയിലുണ്ടായിരുന്നയാളും മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ CITU മാടായി ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ AV അനീഷാണ് തട്ടിപ്പ് നടത്തിയത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ മാടായിക്കാവിൽ വഴിപാടിന്റെ വ്യാജരശീതി ഉപയോഗിച്ച് ജീവനക്കാരൻ ധനാപഹരണം നടത്തിയതായി കണ്ടെത്തി. കൗണ്ടർ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നയാളും മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ CITU മാടായി ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ AV അനീഷാണ് തട്ടിപ്പ് നടത്തിയത്. ഇയാളെ സസ്പെൻഡ് ചെയ്തതായി എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. തിങ്കളാഴ്ച ക്ഷേത്ര ദർശനത്തിനെത്തിയ കർണാടക സ്വദേശിക്ക് നൽകിയ വഴിപാട് രശീതിയുടെ വ്യാജപകർപ്പ് മറ്റൊരാൾക്ക് നൽകുകയായിരുന്നു. പേര് വൈറ്റ്നർ ഉപയോഗിച്ച് മായ്ക്കുകയും ചെയ്ത ശേഷമായിരുന്നു തട്ടിപ്പ്. സംഭവം പൂജാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് തട്ടിപ്പ് വിവരം പുറത്തറിഞ്ഞത്. പൂജാരി ഇത് മാനേജറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി ക്രമക്കേട് കണ്ടെത്തുകയായിരുന്നു. 300 രൂപയുടെ 4 വ്യാജരശീതിയാണ് കണ്ടെത്തിയത്. വാദ്യകലാകാരനായി അനീഷിന് അടുത്ത കാലത്താണ് കൗണ്ടർ ഡ്യൂട്ടിയിൽ സ്ഥാനക്കയറ്റം ലഭിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾക്ക് COA പയ്യന്നൂർ മേഖല തിരഞ്ഞെടുപ്പ് പ്രവർത്തന ഫണ്ട് കൈമാറി. പയ്യന്നൂർ COA ഭവനിൽ നടന്ന ചടങ്ങിലാണ് ഫണ്ട് കൈമാറിയത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾക്ക് COA പയ്യന്നൂർ മേഖല തിരഞ്ഞെടുപ്പ് പ്രവർത്തന ഫണ്ട് കൈമാറി. പയ്യന്നൂർ COA ഭവനിൽ നടന്ന ചടങ്ങിലാണ് ഫണ്ട് കൈമാറിയത്. കുഞ്ഞിമംഗലം പഞ്ചായത്ത് 10-ാം വാർഡിൽ മത്സരിക്കുന്ന MV ദീപു, മാടായി പഞ്ചായത്ത് 14-ാം വാർഡിൽ മത്സരിക്കുന്ന K സജീവ് കുമാർ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അംഗമായ
ശിവജിയുടെ ഭാര്യ, പെരിങ്ങോംവൈക്കര പഞ്ചായത്ത് 15-ാം വാർഡിൽ മത്സരിക്കുന്ന സി ശൈലജ എന്നിവർക്കാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തന ഫണ്ട് കൈമാറിയത്. പയ്യന്നൂർ COA ഭവനിൽ നടന്ന ഫണ്ട് കൈമാറൽ ചടങ്ങിൽ നെറ്റ്വർക്ക് ചാനൽ MD മനോജ് കുമാർ VV, COA പയ്യന്നൂർ സൗത്ത് മേഖലാ പ്രസിഡന്റ് രഞ്ജിത്ത്, സെക്രട്ടറി പ്രഭാത് കുമാർ, ട്രഷറർ വിനോദ്, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ പ്രശാന്ത് P, ഗംഗാധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നാം മുന്നേറും നാട് മുന്നേറും. എരമംകുറ്റൂർ പഞ്ചായത്ത് LDF പ്രകടന പത്രിക പ്രകാശനം മാതമംഗലത്ത് നടന്നു. M. വിജിൻ MLA മാനിഫെസ്റ്റോ പ്രകാശനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിനെ അടുത്ത 5 വർഷം സമഗ്ര വികസനത്തിലേക്ക് നയിക്കാൻ ലക്ഷ്യമിടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി LDFന്റെ പ്രകടന പത്രിക നാം മുന്നേറും നാട് മുന്നേറും പ്രകാശനം ചെയ്തു. മാതമംഗലത്ത് നടന്ന ചടങ്ങിൽ M. വിജിൻ MLA പത്രിക പ്രകാശനം ചെയ്തു. എല്ലാവർക്കും വീട് നൽകാൻ, ഭക്ഷണം നൽകാൻ, അതിദാരിദ്ര്യമുക്ത ഒരു നാടായി നമ്മുടെ കേരളത്തെ മാറ്റാൻ, അങ്ങനെ ഓരോ മേഖലയിലും, ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ നമ്മുടെ സർക്കാർ നടത്തിയ ഇടപെടൽ അത് ലോക മാതൃകയായിരിക്കുക. ആ വികസനത്തോട് ചേർന്നുകൊണ്ട് തന്നെയാണ് എരമംകുറ്റൂർ പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണസമിതി സമഗ്രമായ വികസനം ഈ പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലയിലും, അത് കാർഷിക രംഗത്ത് പ്രത്യേകിച്ച്, അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിൽ സമ്പൂർണ്ണ ലൈഫ് പ്രഖ്യാപനം നടത്തുന്നത്, അങ്ങനെ എല്ലാ മേഖലയിലും, ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ രംഗത്തൊക്കെ പഞ്ചായത്ത് നടത്തിയത് മാതൃകാപരമായ പ്രവർത്തനമാണ്. ആ മാതൃകാപരമായ പ്രവർത്തനത്തിൻ്റെ തുടർച്ച ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, ആ വികസന തുടർച്ചയ്ക്കാണ് ഇവിടെ ഈ പ്രകടന പത്രികയിൽ വിവിധ കാര്യങ്ങൾ ഓരോ മേഖലയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിശദമായ ഒരു പ്രകടന പത്രിക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്നിവിടെ പ്രകാശിപ്പിക്കുന്നത്. കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക ക്ഷേമം, കായികം, പട്ടികജാതി പട്ടികവർഗ ക്ഷേമം തുടങ്ങി എല്ലാ മേഖലകളിലും വികസനവും ക്ഷേമവും ഉറപ്പാക്കുന്ന സമഗ്രമായ പദ്ധതികളാണ് പത്രികയിലുള്ളത്. പുതിയ ഉൽപാദന മാതൃകകൾ പ്രോത്സാഹിപ്പിക്കും. തരിശുഭൂമികളിൽ കൃഷിയിറക്കി തരിശുരഹിത പഞ്ചായത്ത് ലക്ഷ്യം പൂർത്തിയാക്കും. കർഷകർക്ക് മെച്ചപ്പെട്ട വിപണന സൗകര്യങ്ങൾ ലഭ്യമാക്കും. പഞ്ചായത്തിലെ പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റും. എല്ലാ കുട്ടികൾക്കും ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ ഉറപ്പാക്കുകയും വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുകയും ചെയ്യും. യുവജനങ്ങളെ കായിക രംഗത്തേക്ക് ആകർഷിക്കുന്നതിനായി നിലവിലുള്ള കായിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും. തുടങ്ങി വിവിധ വികസന പദ്ധതികൾ വെച്ചുകൊണ്ടാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത്. മാതമംഗലത്തു നടന്ന പ്രകാശന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി P. സജികുമാർ, LDF നേതാക്കളായ KB ബാലകൃഷ്ണൻ, TR രാമചന്ദ്രൻ, P. ദാക്ഷായണി, KV ഗോപിനാഥൻ, M. അരുൺ, ജോസ് മാത്യു, അജിത് കുമാർ അനിക്കം, M. രാധാകൃഷ്ണൻ, ജോസ് മറ്റത്തിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിന്റെ അധ്യാപക വിദ്യാഭ്യാസ ശാക്തീകരണ പരിപാടിക്ക് മാതമംഗലം ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ തുടക്കമായി. ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ KP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രം നടപ്പാക്കുന്ന അധ്യാപക വിദ്യാഭ്യാസ ശാക്തീകരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം മാതമംഗലം ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ KP രാജേഷ് നിർവഹിച്ചു. ഒരുപക്ഷെ നമ്മുടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അത് പൂർണ്ണ വിജയമാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചാലേ കാണും. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ നിങ്ങൾക്കറിയാം സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സെമിനാറാണ്. അതിന്റെ ടോപ്പിക് ഇങ്ങനെയാണ്: മാജിക് ബിഹൈൻഡ് ദ മൈൻഡ്, സൈക്കോളജി ഫോർ ഇൻസ്പയറിംഗ് ടീച്ചേഴ്സ്. ഒരു ടീച്ചർ എംപവർമെന്റ് പ്രോഗ്രാം. ശരിക്കും നമ്മൾ അധ്യാപകരായി കഴിഞ്ഞാലും അധ്യാപക വിദ്യാർത്ഥികളായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ടോ അല്ലെ? പലപ്പോഴും അധ്യാപകരായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തല്ല, പലപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിൽ ഇരിക്കാൻ നമുക്ക് വിമുഖരായിരിക്കും. ചടങ്ങിൽ എഴുത്തുകാരനും അധ്യാപക പരിശീലകനുമായ MV ഷാജി അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ഡയറ്റ് സീനിയർ ലെക്ചറർ ഡോക്ടർ SK ജയദേവൻ പദ്ധതി വിശദീകരിച്ചു. മാതമംഗലം GITE പ്രിൻസിപ്പൽ KP ലേഖ, ഡയറ്റ് ലെക്ചറർ K ഉണ്ണികൃഷ്ണൻ, അധ്യാപക പരിശീലകനും എഴുത്തുകാരനുമായ അജേഷ് കടന്നപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. മാജിക് ബിഹൈൻഡ് ദി മൈൻഡ് എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ KE സാഹിബ് ട്രെയിനിംഗ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ TP അഷ്റഫ് വിഷയാവതരണം നടത്തി. ഓപ്പൺ ഫോറവും നടന്നു. ജില്ലയിലെ 11 ടീച്ചർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലും പരിപാടിയുടെ ഭാഗമായി വ്യത്യസ്ത വിഷയങ്ങളിൽ ശില്പശാലകൾ നടത്തുമെന്ന് ഡയറ്റ് അധികൃതർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ നോർത്ത് ALP സ്കൂളിൽ ശാസ്ത്ര പരീക്ഷണ കളരി സംഘടിപ്പിച്ചു.
സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ CV തമ്പാൻ മാസ്റ്റർ മോഡറേറ്ററായി. കരിവെള്ളൂർ നോർത്ത് AUP സ്കൂളിൽ ശാസ്ത്ര പരീക്ഷണ കളരി സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ CV തമ്പാൻ മാസ്റ്റർ മോഡറേറ്ററായി. 4ാം ക്ലാസ്സിലെ EVS പാഠപുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് ശാസ്ത്ര പരീക്ഷണ കളരി സംഘടിപ്പിച്ചത്. നമുക്ക് ചുറ്റും പല രൂപത്തിലുള്ളതിന്റെ ശാസ്ത്രീയ അടിത്തറ ലളിതമായി പരീക്ഷണാടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നതായിരുന്നു പരീക്ഷണ ക്ലാസ്. പ്രഥമാധ്യാപിക പ്രീത പരിപാടിക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് മെമ്പർ C പ്രിയയ്ക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ സ്നേഹനിർഭരമായ യാത്രയയപ്പ് നൽകി. കൊഴുമ്മൽ പാൽ സൊസൈറ്റിക്ക് സമീപം നടന്ന ചടങ്ങ് C ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ 7ാം വാർഡ് മെമ്പർ C പ്രിയയ്ക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ യാത്രയയപ്പ് നൽകി. C ബാലകൃഷ്ണൻ യാത്രയയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ഉപഹാരം കൈമാറി. കഴിഞ്ഞ 5 വർഷക്കാലം ഈ കഴിഞ്ഞ 7ാം വാർഡ്, ഇപ്പം അത് വാർഡ് മാറി 8ാം വാർഡായി മാറിയിട്ടുണ്ട്. 7ാം വാർഡിൽ പ്രിയ സ്ഥാനാർത്ഥിയായി ഇന്ന് നിൽക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായും ഒരു പരിചിത മുഖം ആയിരുന്നില്ല. പിന്നീട് ഈ 5 വർഷക്കാലം അവരുടെ ലളിതമായ പ്രവർത്തനത്തിലൂടെ നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം, അവരുടെ സ്നേഹവും പിടിച്ചു പറ്റാൻ സാധിച്ചിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾ, എല്ലാ കാര്യങ്ങളും തന്നെ പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേരുമ്പോൾ ഈ 7ാം വാർഡിന് വേണ്ടുന്ന കാര്യങ്ങൾ വളരെ ശക്തമായ രീതിയിൽ അവിടെ ഉന്നയിക്കുവാനും ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം നേടിയെടുക്കുവാനും കഴിഞ്ഞ 5 വർഷം കൊണ്ട് പ്രിയക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ ഓരോ വിഷയവും നാട്ടുകാരി അല്ലെങ്കിലും കരുവള്ളൂരാണ് താമസമെങ്കിലും ഈ നാട്ടുകാരിയേക്കാൾ കൂടുതൽ ശക്തമായ രീതിയിൽ ഇടപെടാനും ഈ വാർഡിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും അവരുടെ സ്പന്ദനം എത്തത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. P രാധ അധ്യക്ഷത വഹിച്ചു. LDF സ്ഥാനാർത്ഥികളായ P സുലോചന, K ജനേഷ് എന്നിവരും K രാജീവൻ, KP ഭാസ്കരൻ, P നിർമ്മല, നിജ PV തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സെഞ്ചുറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എടാട്ടും കണ്ണൂർ ജില്ലാ ആശുപത്രി സഞ്ചരിക്കുന്ന നേത്രവിഭാഗവും കുഞ്ഞിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്രപരിശോധനയും തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പും 2025 നവംബർ 29 ശനിയാഴ്ച രാവിലെ 9:30 മുതൽ എടനാട് വെസ്റ്റ് LP സ്കൂൾ ഹാളിൽ നടക്കും. രജിസ്ട്രേഷനായി 9447278607 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.